അന്വേഷണമടക്കം നടത്തേണ്ടതുണ്ട് എന്നുള്ള കണ്ടെത്തലിലേക്ക് എത്തിയിരിക്കുന്നു. നാളെ രാവിലെ ഏതെങ്കിലും ഒരു മാധ്യമം ഉറക്കെ വിളിച്ചു പറഞ്ഞതാണ് സഖാക്കന്മാരുടെ പേര് എന്ന് പറഞ്ഞ ആരും മാധ്യമങ്ങളുടെ നെഞ്ചിൽ കയറി പൊങ്കാലയിടാൻ പോകണ്ട. പകരം ഇത് ഹൈക്കോടതിയുടെ വെളിപ്പെടുത്തലാണ്, ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളതാണ്. മാത്രമല്ല, കോടതിയിൽ നിന്നുള്ള ഉത്തരവുകൾ വന്നിട്ട് പോലും ഈ ഭരിച്ചിരുന്ന കാലയളവുകളിൽ ഇതിനകത്ത് ഉണ്ടായിരുന്നവർ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഉദ്യോഗസ്ഥർ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള മെമ്പർമാർ, പ്രസിഡന്റ്, ദേവസ്വം വകുപ്പിന്റെ ഉദ്യോഗസ്ഥർ, ദേവസ്വം വകുപ്പ് മന്ത്രി അടക്കമുള്ളവർ എന്ത് സമീപനമാണ് സ്വീകരിച്ചിരുന്നത് എന്നുള്ളതാണ്. മാത്രമല്ല, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഏതെങ്കിലും തരത്തിലുള്ള ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്ന ഒരവസ്ഥയും ഉണ്ടായി. വലിയ ഗൂഢാലോചന നടന്നിരിക്കുന്നു എന്ന് ഹൈക്കോടതി പറയുമ്പോൾ അതിന് പിന്നിൽ പ്രവർത്തിച്ചിരുന്നവർ നമുക്കറിയാം. ഈ 2018-19 കാലഘട്ടങ്ങളിലൊക്കെ ഇവിടെ ഉണ്ടായിരുന്നവർ CPM-മായി ബന്ധപ്പെട്ടിട്ട് CPM-ന്റെ അണിയറയിൽ ഉണ്ടായിരുന്ന സഖാക്കൾ തന്നെയാണ് അവിടെ അന്ന് ഈ പറയുന്ന പോലെ ദേവസ്വം ബോർഡിന്റെ മെമ്പർമാരായിട്ടുള്ളവരും ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആയിരുന്നിട്ടുള്ളവരും ഒക്കെ ആ വിഭാഗത്തിൽപ്പെടുന്നവർ തന്നെയാണ് എന്ന് നമ്മൾ കരുതിയിരുന്നു. പക്ഷേ ഇപ്പോൾ അറസ്റ്റിലാകപ്പെടുമ്പോൾ എല്ലാവരും സഖാക്കന്മാരാണ്, എല്ലാവരും CPM-ന്റെ മുഖമുള്ളവരാണ്.